Dear friends, let us recollect about the last class, that is about the problem solving skills. Everybody have the problems in their own life. We also have problems, and the first thing, when the problems creep into our life, we should assess it, we should understand it. Then we have to check out the plans how to solve the problems. And above all these things, what we want to do, we should accept there is problem in this world, and problems cannot be avoided. The merit is that how we handle the problem, how we overcome the problem. So this last chapter is about how we can solve the problems and how we have to face the problem. So problem solving skill is a best lesson in your life, so that you can be faced whatever challenges, whatever problems that comes into your life. So that was the last class, and today we are moving towards the next class. That chapter, you can take chapter number 9, dignity of labor. First of all, we have to check the meaning of dignity. The meaning dignity is that whatever may be our status, whatever may be our profession, we should be think the positive thing. ഒരു ജോലിയുടെ മഹത്വം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ. ജോലി എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, ഡിഗ്നിറ്റി എന്ന വാക്ക് മഹത്വം എന്നുള്ളതാണ് അതിൻ്റെ ആ ഡിഗ്നിറ്റി, ഔന്നത്യം, അതായത് ഉന്നതി. ഓരോ ജോലിക്കും അതിൻ്റെതായ സ്റ്റാറ്റസ് ഉണ്ട്, അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റി എന്നുള്ളത് ഉന്നതി, ഔന്നത്യം അല്ലെങ്കിൽ മഹത്വം എന്നൊക്കെയാണ്. ജോലിക്ക് ജോലിയുടേതായ ഏത് ജോലി ആയാലും ജോലിക്ക് ജോലിയുടേതായ ആ മഹത്വമുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ചില ജോലികൾക്ക് മാന്യത കുറഞ്ഞ ജോലി, ചില ജോലികൾ മാന്യതയുള്ള ജോലി, ഇതൊക്കെ നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ വരുന്നത് എന്നാണ് ഈ ലെസന്റെ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിക്കുക. എന്താണ് ഈ ജോലിയുടെ മഹത്വം, അതായത് ഡിഗ്നിറ്റി ഓഫ് ലേബർ. ആ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത്, യു പ്ലീസ് ടേക്ക് പേജ് നമ്പർ 58. ഇൻ ദാറ്റ് page, first paragraph is about some work is looked upon, perceived as so-called more worthy or dignified than others. ചില ജോലികൾ കൂടുതൽ മൂല്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ വിലയുള്ള ജോലി അല്ലെങ്കിൽ മഹത്വമുള്ള ജോലി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇത് ശരിയല്ല. കാരണം എല്ലാ ജോലി, ഈച്ച് ആൻഡ് എവരി ഓണസ്റ്റ് വർക്ക് അണ്ടർടേക്കൻ ബൈ എ പേഴ്സൺ ഈസ് ഈക്വലി ഡിഗ്നിഫൈഡ്. Each and every honest work undertaken by a person, honest work, സത്യസന്ധമായി ചെയ്യുന്ന ഏത് ജോലിയും മഹത്വമുള്ളതാണ്. സത്യസന്ധമായി ചെയ്യുന്ന ഏത് ജോലിയും മഹത്വമുള്ളതാണ്. അപ്പോ ഈ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണ് ഇതിന്റെ പ്രത്യേകത? ആറ്റിറ്റ്യൂഡ് ദാറ്റ് മാറ്റേഴ്സ്. ആറ്റിറ്റ്യൂഡ്, ദ വേർഡ് ആറ്റിറ്റ്യൂഡ് മീൻസ് മനോഭാവം. ഞാൻ എന്താണ് ഒരു ജോലിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്, മനസ്സിന്റെ ഭാവം. ചിലപ്പോഴൊക്കെ നമ്മൾ അത് കൊണയില്ലാത്ത ജോലിയാണ്, അല്ലെങ്കിൽ അത് ചീത്ത ജോലിയാണ്, ആ ജോലി കൊണയില്ല നീ ഒക്കെ പറയാറുണ്ട്. ആറ്റിറ്റ്യൂഡാണ് ഓരോ ജോലിയും മഹത്വരമാക്കുന്നത്. ആറ്റിറ്റ്യൂഡ് ദാറ്റ് മാറ്റേഴ്സ് എന്ന് പറയുക. ഹിയർ we are looking to in India, a growing tendency to look down upon work in general and manual work in particular could be because of the number of reasons. One could be influence of one of the prevalent caste system. Caste system ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ കാസ്റ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഈ ജോലി എടുത്തിരുന്നത്.
നമുക്കറിയാം 4 കാസ്റ്റ്. there were 4 castes prevailed in India: Brahmana, Kshatriya, Vaishya and Shudra. These are the 4 castes prevailed in India. Out of these 4 castes, the first caste is Brahmana. ബ്രാഹ്മണന്മാർ ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും കുലീനമായ ജോലി. ബ്രാഹ്മണന്മാർക്ക് സമൂഹത്തിൽ ഉള്ള സ്ഥാനം അത് അവർ ചെയ്ത ജോലി അടിസ്ഥാനപ്പെടുത്തിയ ബ്രാഹ്മണന്മാര് പൂജാരികൾ, അല്ലെങ്കിൽ അവര് ഓരോ ഒരു നേതൃത്വം, മതത്തിന്റെ നേതൃത്വം വഹിക്കുന്നു. അതോടൊപ്പം തന്നെ അവരാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ളത്, ബ്രാഹ്മണർമാർ. ദെൻ ക്ഷത്രിയന്മാര് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവർക്കുള്ള ജോലി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. വൈശ്യർ അതിൽ നിന്ന് താഴെയുള്ള ജോലികൾ, മാനുവൽ വർക്ക്, മറ്റ് ലേബർ ജോലികൾ. അപ്പൊ ശൂദ്രർ, വൈശ്യർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ്, ഏറ്റവും താഴേക്കിടയിലുള്ള കാസ്റ്റാണ് ശൂദ്ര. അപ്പൊ അവർ ഏറ്റവും മാന്യത കുറഞ്ഞ ജോലികൾ എന്ന് വെച്ചാൽ സ്വീപ്പിംഗ്, ക്ലീനിങ്, അഴുക്ക് ചാല് ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ശൂദ്രരാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഈ കാസ്റ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ജോലികളെല്ലാം തരംതിരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യയില് ഈ ജോലികളെ വിവിധ തരത്തിൽ ഇങ്ങനെ ഇപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. സോ here now come to the middle of that paragraph. Each person or family was assigned a particular task and were expected to do that work diligently. ഓരോ കുടുംബക്കാർക്ക് ഓരോ ജോലികള് നിജപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പൊ ആ ജോലി അവര് ചെയ്ത് തീർക്കണം എന്നുള്ളതായിരുന്നു. However, this system of functioning gradually degraded into the caste system as a consequence of this degradation. What is degradation? ഗ്രേഡ് താത്തുക. ഗ്രേഡ് താത്തി, അതായത് ആ സ്റ്റാൻഡേർഡ് താത്തി ആണ് അതിൻ്റെതായ പരിണത ഫലം. ഓരോ ജോലികൾക്കുള്ള മാന്യത, പക്ഷെ ഏറ്റവും താഴെക്കിടയിലുള്ള ജോലികളുടെ മാന്യത അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് മറ്റുള്ളവർ മനസ്സിലാക്കിയതിന് താഴെ എന്ന രീതിയിൽ ഒരു മൈനസ് അല്ലെങ്കിൽ ഒരു തെറ്റായ അല്ലെങ്കിൽ ചീത്ത അല്ലെങ്കിൽ ആ ഒരു മോശപ്പെട്ട രീതിയിൽ എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് വന്നുകൊണ്ട് അതിൻ്റെതായ പരിണത ഫലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില വർക്കുകള് എപ്പോഴും ഒരു തൃപ്തിയല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ താഴെയുള്ള ഒരു മീനിയർ വർക്ക് എന്നൊക്കെ പല രീതിയിൽ പറയുന്നത് അങ്ങനെയാണ്. സോ നോ വർക്ക് ഈസ് സുപ്പീരിയർ ഓർ ഇൻഫീരിയർ ഇൻ ഇറ്റ് സെൽഫ്. ഒരു ജോലി പോലും വലിയ, അതായത് സുപ്പീരിയർ, മേജറായിട്ട് മേന്മയുള്ള ജോലി എന്നോ മേന്മയില്ലാത്ത ജോലി എന്നോ ഒരു ജോലിയില്ല. എല്ലാ ജോലികളും ഒന്ന് തന്നെയാണ്. It is absolutely wrong to consider any work as higher or low. ഏത് ജോലിയും അത് ഓരോ പൊസിഷൻ ഉണ്ടല്ലോ, ജോലിയുടെ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഹൈ എന്നോ ലോ എന്നോ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഈച്ച് വർക്ക് ഈസ് റെസ്പെക്റ്റബിൾ. എല്ലാ ജോലികളും ആദരിക്കപ്പെടേണ്ടതാണ്. ഈച്ച് വർക്ക് ഈസ് റെസ്പെക്റ്റബിൾ in nature. Okay, then there is nothing wrong in the nature of any work. ഒരു ജോലികളുടെ നേച്ചർ, അതിന്റെ പ്രകൃതമനുസരിച്ച് ഒരു തെറ്റുമില്ല. ജോലികൾക്ക് അതിൻ്റെതായ നേച്ചറിൽ തെറ്റൊന്നുമില്ല. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഈസ് ഹൗ വൺ ലുക്സ് ഇൻ ഇറ്റ് ആൻഡ് ഡസ് ഇറ്റ്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ജോലികളും ഓരോരുത്തരും നോക്കിക്കാണുന്ന പ്രത്യേകതകളാണ്. ഓരോ ജോലികളും ഓരോരുത്തരും നോക്കിക്കാണുന്ന പ്രത്യേകതകളാണ്. ആ പ്രത്യേകത വെച്ചുകൊണ്ടാണ് ചിലരൊക്കെ മാന്യത കുറഞ്ഞ ജോലി അല്ലെങ്കിൽ മാന്യതയുള്ള ജോലി എന്നൊക്കെ പറയുന്നത്. A dignified work becomes undignified if it is done in a wrong way. പക്ഷേ എങ്ങനെയാണ് ഒരു ഔന്നിത്യമുള്ള ജോലി, ഒരു മഹത്വമുള്ള ജോലി മഹത്വം ഇല്ലാതായി തീരുന്നത്? അത് തെറ്റായ രീതിയിൽ ആ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാതെ ആ ജോലി ചെയ്യുമ്പോൾ ആ ഒരു മഹത്വമുള്ള ജോലി ഡിഗ്നിഫൈഡ് ജോബ് ബിക്കം അൺഡിഗ്നിഫൈഡ് only when one is doing that job with wrong perception, or else one is doing that job in an insincere manner,
ഓണസ്റ്റി ഇല്ലാതെ ചെയ്യുന്ന ജോലി മൂലമാണ് അത് റോങ് ആയി തീരുന്നത്. ദെൻ സിമിലർലി ഈവൻ എ സോ കോൾഡ് ഡിഗ്നിഫൈഡ് ബിക്കം അൺഡിഗ്നിഫൈഡ് ബിക്കം ഡിഗ്നിഫൈഡ് ഇഫ് ഇറ്റ് ഈസ് ഡൺ ഇൻ എ ഡീസന്റ് മാനർ. ഒരു തൂപ്പ് ജോലി, ആ തൂപ്പ് ജോലി എന്നുള്ളത് അത് മാന്യതയുള്ള ജോലിയായി തീരുന്നത് അത് ഏറ്റവും സിൻസിയർ ആയിട്ട് ചെയ്യുമ്പോൾ അത് മാന്യതയുള്ള ജോലിയായി തീരുകയാണ്. There is a popular story about the traveler who come across 3 individuals working with a stone. ഒരിക്കലൊരു യാത്രക്കാരൻ കല്ല് കൊത്തുന്ന മൂന്നാളുകൾ കല്ല് കൊത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഈ കല്ല് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 3 പേരുടെ അടുത്തേക്ക് ഒരു യാത്രക്കാരൻ വരികയാണ്. ആ യാത്രക്കാരൻ ഒരു കല്ല് വെട്ടുകാരനോട് ചോദിച്ചു, ഹേ മനുഷ്യ, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഐ എം സിംപ്ലി കട്ടിംഗ് ദ സ്റ്റോൺ. ഞാൻ ആ കല്ല് വെറുതെ കട്ട് ചെയ്യുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു ദ അനദർ സ്റ്റോൺ കട്ടർ. അപ്പോ അടുത്ത ചോദ്യം അടുത്ത് നിന്ന വേറെ ഒരു കല്ലുവെട്ടുകാരനോട് ചോദിച്ചു. സോ ദ റെസ്പോൺസ് ഈസ് ദാറ്റ് ഐ എം കട്ടിംഗ് ദി സ്റ്റോൺസ് ഇൻ ഓർഡർ ടു ഹാവ് മൈ ലൈവ്ലിഹുഡ്. ഐ എം ഹാർഡ് വർക്കിംഗ് അപ്പോൺ ഇറ്റ്. ഞാനിതിൽ കഠിനാധ്വാനം ചെയ്യുന്നു. ഞാൻ ഈ സ്റ്റോൺ കട്ട് ചെയ്യുന്നതിലൂടെ ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ ഓരോ ദിനത്തിലുള്ള ദൈനംദിന ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ഞാൻ അതിലൂടെയാണ് പൈസ നേടിയെടുക്കുന്നത്. ദിസ് ഈസ് ദ മെന്റാലിറ്റി ഓഫ് ദ സെക്കൻഡ്. ആൻഡ് ദ തേർഡ് സ്റ്റോൺ കട്ടർ says that when the traveler asked the question to the third stone cutter, when the third stone cutter said that I am building a cathedral, ഞാനൊരു കത്തീഡ്രൽ പണിയുകയാണ്. So look, the perception of the 3 stone cutters and the last one, the third stone cutter, he has said the whole view, whatever he is doing. ഞാൻ വെറുതെ കട്ട് ചെയ്യുകയില്ല. ഞാൻ ഈ കട്ട് ചെയ്യുന്നതിലൂടെ ഞാനൊരു കത്തീഡ്രൽ, ഒരു വലിയ ബൃഹത്തായ ഒരു പള്ളി നിർമ്മിക്കുകയാണ്. ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോൺ കട്ട് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഓരോ ജോലി ചെയ്യുമ്പോഴും ആ ജോലി എന്നുള്ള ജോലിയുടെ പാർട്ടായിട്ട് മാത്രം, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോ ഒരു മീനിയലായിട്ടുള്ള ജോലി ചെയ്യുന്ന നമ്മളൊക്കെ കൺസിഡർ ചെയ്യുന്നത് സ്വീപ്പിംഗ് ജോലി, അതായത് ക്ലീനിങ്, മുനിസിപ്പാലിറ്റിയിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ജോലി ചെയ്യുന്നവരുണ്ട്. ആ ജോലി ചെയ്യുന്ന വ്യക്തികള് ആ ജോലി ചെയ്യുന്നതിലൂടെ ആർക്കാ മാന്യത? ആ നാട്ടിലെ എല്ലാവർക്കും മാന്യതയില്ലേ? അതല്ലെങ്കിലോ മുനിസിപ്പാലിറ്റിയിലെ ഇത് ക്ലീൻ ചെയ്യാതെ അവർ ഡംപ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ മുനിസിപ്പാലിറ്റിയിൽ മൊത്തം നാറ്റമാണ്, സ്മെല്ലാ. പിന്നെ കടന്നു പോകുന്നു, ഓ എന്ത് മുനിസിപ്പാലിറ്റി എന്ന് പറയും. ഈ കഴിഞ്ഞ ദിവസം നമ്മള് ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയില് ഒരു മുനിസിപ്പാലിറ്റി, കേരളത്തിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. തിരുവമ്പാടി മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയില് ഒരു മിഠായി കടലാസ്, സ്വീറ്റ് റാപ്പർ വരെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ വീഡിയോ കാണിച്ച ഒരു മിഠായി കടലാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചിട്ട് കണ്ടെത്തിയിട്ടില്ല. അത്രയും നീറ്റായിരുന്നു ആ മുനിസിപ്പാലിറ്റി. അതോടൊപ്പം തന്നെ ആ മുനിസിപ്പാലിറ്റിയുടെ പെഡസ്ട്രിയൻ പാത്ത്, നടപ്പാതയുടെ സൈഡിലൂടെ പൂച്ചെട്ടുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു, പൂക്കൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. എത്ര നീറ്റായിട്ടാണോ! അപ്പോ അതെല്ലാം നീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആ മുനിസിപ്പാലിറ്റിയുടെ എല്ലാവർക്കും സന്തോഷമല്ലേ? അപ്പോ ഓർക്കുക, അതൊരു ഒരു വലിയൊരു പട്ടണത്തിന്റെ മനോഹാരിതയുടെ അടിസ്ഥാനം എന്നുള്ളത് ഈ നിസ്സാരമായ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ നിസ്സാരമായി ജോലി ചെയ്യുന്ന വ്യക്തി ഓർക്കണം, ഞാൻ ഈ പ്രദേശത്തെ മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. സോ that should be the perception or conception about each and every work. So now come to the next part. Now come to here in page number 59. There is a task for you. That is that write down what you think made a third stone cutter's reply different from the others. എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ സ്റ്റോൺ കട്ടറിന്റെ മറുപടി മറ്റ് 2 സ്റ്റോൺ കട്ടേഴ്സിന്റെ മറുപടിയേക്കാളും വ്യത്യസ്തമായിരിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, നൗ യു ഗോട്ട് ദ ക്ലൂ. നൗ മേക്ക് വർക്ക് ബ്യൂട്ടിഫുൾ. ഓരോ ജോലികളും മനോഹരമാക്കുക.
അതിനെ മനോഹരമാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓർക്കണം, ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ വെസ്റ്റേൺ കൺട്രീസിൽ പോകുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ പോകുമ്പോൾ തിരിച്ചു എന്ത് നീച്ച, ആ പോകുന്ന ആള് അവിടെ നിന്ന് പോയിട്ട് വരട്ടെ ഇവിടെ പറയും എന്ത് നീച്ച, അവിടെ താമസിക്കാൻ വളരെ സുഖമാണ്. കാരണം ഒരു പൊടി പോലും ഇല്ല, ഒരു വൃത്തിഹീനമായിട്ടൊന്നുമില്ല, എല്ലാം വളരെ നീറ്റായിട്ട് കിടക്കുകയാണ്. ഇവിടെ പറയുന്ന ഒരു ആശയമുണ്ട് കേട്ടോ. ഈ പറയുന്ന ആള് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പ്ലെയിൻ കയറിയിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് വിദേശ രാജ്യത്ത് എല്ലാം അവിടെ പക്ക കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്തു കേട്ടോ. നീറ്റായിട്ട് ചെയ്തില്ലെങ്കിലോ ഫൈൻ കിട്ടും. ഒരു പൊതുസ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാലിന്യം നിക്ഷേപിച്ചാൽ ഉടൻ തന്നെ യൂറോയും അല്ലെങ്കിൽ ഡോളർ കണക്കാണ് ഫൈൻ വരുന്നത്. ഇത് മനസ്സിലാക്കി അതൊന്നും ചെയ്യത്തില്ല, അവിടെ നീറ്റായിട്ട് തന്നെ. എന്നാലോ തിരിച്ച് നെടുമ്പാശ്ശേരിയിൽ വന്നിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോരുന്ന വഴിയിൽ, വാഹനത്തിൽ പോരുന്ന വഴിയിൽ, ആ വാഹനത്തിൽ നിന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ചോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അത് കഴിച്ചിട്ട് അതിന്റെ തൊലിയോ മറ്റു സാധനം ഉടൻ തന്നെ ഈ വ്യക്തി തന്നെ പുറത്തേക്ക് പോരുന്ന വഴിയിൽ അങ്ങ് സൈഡിലേക്ക് തട്ടും. ഇതാണ് നമ്മുടെയൊക്കെ ധാരണ. സോ ദാറ്റ് ഈസ് വൈ ഹിയർ ഇറ്റ് ഈസ് സെറ്റ്. ഈ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിലും എത്രയേറെ മനോഹരമായിട്ടാണ് നാട് കിടക്കുന്നത്. അത് അതിൻ്റെതായ ഒരു എസ്തെറ്റിക് സെൻസ്, എസ്തെറ്റിക്കലി പ്ലീസിങ്, അതായത് ബ്യൂട്ടി സെൻസ് ആണ് എസ്തെറ്റിക് എന്ന് പറയുന്നത്. ബ്യൂട്ടി സെൻസ്, ആ ബ്യൂട്ടി സെൻസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കണം. സോ അതോടൊപ്പം തന്നെ ടെക്നോളജി ഈസ് ഓൾസോ പുട്ട് ടു യൂസ് ടു എൻഷുർ ദാറ്റ് ഈച്ച് വർക്ക് ഹൗവർ സ്മോൾ ഓർ ഇൻസിഗ്നിഫിക്കന്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് വേ പോസിബിൾ. ഏറ്റവും നല്ല രീതിയിൽ ജോലികളൊക്കെ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ദർ ഈസ് നോ ഫിക്സ്ഡ് ഡെയിലി വേജസ് ആൻഡ് വൈൽ ദർ ആർ സം ഹു ഗെറ്റ്സ് എ വെരി ലാർജ് സാലറി. പിന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നുണ്ട്. എന്തിനാ? നമ്മുടെ നാട്ടിൽ എത്ര കഠിനമായ ജോലി ചെയ്താലും വളരെ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. ആ തുച്ഛമായ ശമ്പളം ഈ ജോലി തന്നെ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ മണിക്കൂറിനാണ് അവിടെ പേയ്മെന്റ്, സാലറി കിട്ടുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകും. ആ വിദേശത്ത് ജോലി ഇവിടെ ചെയ്യുന്ന ജോലി അവിടെ കുറച്ചുകൂടി മാന്യമായിട്ട് ചെയ്യാൻ, ക്രിയേറ്റീവ് സെൻസിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സാലറി കിട്ടുമ്പോൾ സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ പലരും ഈ കഴിഞ്ഞ നാളുകളൊക്കെ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വിദേശത്ത് പോയി പഠിക്കാനുള്ള താല്പര്യം. അപ്പോൾ ഉടൻ തന്നെ അവർ ആദ്യം നോക്കുന്ന പാർട്ട് ടൈം ജോലിയാണ്. പാർട്ട് ടൈം ജോലി, അവിടെ പാർട്ട് ടൈം ജോലി ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പമ്പിലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മോളിലോ ഒക്കെ പാർട്ട് ടൈം ജോലി. ആ പാർട്ട് ടൈം ജോലി ചെയ്യാൻ അവിടെയൊന്നും മടിയില്ല. അവിടെ നല്ല രീതിയിൽ ആ ജോലി ചെയ്ത് ശമ്പളം. പക്ഷെ ഇവിടെ നമ്മളുടെ മക്കൾ വല്ല ജോലി ചെയ്യോ? നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്യോ? അപ്പോ എവിടെയായാലും ജോലിക്ക് ജോലിയുടേതായ ഡിഗ്നിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വളരെ വലിയ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ തൊഴിൽ ഇല്ലാത്ത ഒരു അവസ്ഥ, തൊഴിൽ രഹിതരുടെ എണ്ണം കൂടി വരുന്നത്? കാരണം എന്താ? ഏറ്റവും ഫിസിക്കലി സ്ട്രെയിൻ ചെയ്യുന്ന ജോലിക്ക് വളരെ ശമ്പളം കുറവാണ്. എന്നാൽ വളരെ ഈസി ആയിട്ട് ഓഫീസിലൊക്കെ AC റൂമിൽ ജോലി ചെയ്യുന്ന ആ വ്യക്തിക്ക് ശമ്പളം വളരെ കൂടുതൽ. ഈ ഒരു വ്യത്യാസമാണ് പലരെയും മറുനാടുകളിലേക്കൊക്കെ പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സോ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഈ ചൂഷണം, ദിസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ബി സ്റ്റോപ്ഡ് ആൻഡ് ദ ലോസ് ആർ ഇംപ്ലിമെന്റഡ്. ഈ ഒരു ചൂഷണം നമ്മൾ നിർത്തലാക്കണമെന്ന് പറയുക. അതിലൂടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ജോലി, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. Now, one of the incident attributed to Abraham Lincoln about the witty response and teased in the Senate about the humble upbringing. Okay, ഇവിടെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് അബ്രാഹം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അബ്രാഹം ലിങ്കൺ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിത്തീർന്നത്? അദ്ദേഹത്തിന്റെ കുലീനമായ, അദ്ദേഹം ആരുടെ മകനായിരുന്നു? ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിരുന്നു. അബ്രാഹം ലിങ്കൺ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിരുന്നു. പക്ഷേ ഈ സെനറ്റിലുള്ള ആളുകളെല്ലാം വളരെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി, വളരെ ആഠ്യത്വമുള്ള
കുടുംബത്തിൽ നിന്നും വളരെ സമ്പന്നമായ കുടുംബത്തിലുള്ള ഒരാളായിരുന്നു അബ്രഹാം ലിങ്കന്റെ സെനറ്റിലുണ്ടായിരുന്നത്. ഒരിക്കൽ ഈ സെനറ്റിലുണ്ടായിരുന്ന ഒരു ആള് ഈ അബ്രഹാം ലിങ്കനെ കളിയാക്കിയത് ഇങ്ങനെയാണ്: ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇട്ടിരിക്കുന്ന ഷൂസ് അബ്രഹാം ലിങ്കന്റെ അപ്പനുണ്ടാക്കിയ ഷൂസാണ്. അതൊരു കളിയാക്കലല്ലേ? കളിയാക്കല. അപ്പോ ഇത് കേട്ട അബ്രഹാം ലിങ്കൻ പറയുകയാണ്, യെസ്, മൈ ഫാദർ ഈസ് എ ക്രിയേറ്റീവ് ഷൂ മേക്കർ. എന്റെ അപ്പൻ ഒരു ക്രിയാത്മകമായ നല്ല ആൻഡ് ബ്യൂട്ടിഫുൾ സ്കിൽഡ് ഷൂ മേക്കറാണ്. എന്റെ അപ്പന്റെ ജോലി, ആ ജോലി ഞാനും ചെയ്തുകൊണ്ടായിരുന്നത്, ഞാനും ആ ജോലിയെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജോലി ഏറ്റവും നല്ല രീതിയിൽ ചെയ്തതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഷൂസ് ഇട്ടത്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളിൽ ഇട്ടിരിക്കുന്നവർ ഈ ഷൂസ് ഒക്കെ ഇട്ട് മാന്യമായിട്ട് ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഷൂസ് ഇട്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഷൂസിൽ എന്തെങ്കിലും അപാകതയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ നന്നാക്കി തരാം. ബിക്കോസ് ഐ ആം ദ സൺ ഓഫ് മൈ ഫാദർ. എന്റെ അപ്പന്റെ പുത്രനാ ഞാനും ആ ജോലിയെ പഠിച്ചത്. എനിക്ക് ആ ജോലി ചെയ്യുന്നതിൽ എനിക്ക് മാന്യത കുറവൊന്നുമില്ല. എല്ലാവരും അവിടെ ചമ്മിപ്പോയി. ആ സെനറ്റിലുള്ള മറ്റുള്ളവര് ഓരോ ജോലിക്കും മാന്യതയുണ്ട് എന്നാണ് അബ്രഹാം ലിങ്കന്റെ ഈ മറുപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി റെസ്പെക്ട് ദ വർക്കർ. നമ്മൾ ഓർക്കണം, ഓരോ ജോലി ചെയ്യുന്നവരെയും നമ്മൾ ആദരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇൻഹെറന്റ്ലി ഇംപ്ലൈസ് ദ ഡിഗ്നിറ്റി മസ്റ്റ് ബി അക്കോർഡഡ് ടു ദ ലേബറർ or worker too. In the country we give much respect and order to these cushy jobs. Cushy jobs എന്ന് പറഞ്ഞാൽ cushy, comfortable, നല്ല സുഖകരമായ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ ആദരവ് കൊടുക്കും. പ്രത്യേകിച്ച് AC റൂമിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ വരുമ്പോഴേ ഡോർ ഓപ്പൺ ചെയ്യാൻ, സല്യൂട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ ആദരിക്കപ്പെടുന്ന ജോലിക്കാരുണ്ട് അല്ലെ? ഓരോ ഓഫീസേഴ്സ്, വലിയ വലിയ ഓഫീസേഴ്സ് ആദരിക്കപ്പെടുന്ന ജോലിയുണ്ട്. പക്ഷേ അവരെ മാത്രം ആദരിച്ചാൽ മതിയോ? എല്ലാ ജോലി ചെയ്യുന്നവരെയും നമ്മൾ ആദരിക്കേണ്ടേ എന്നാ പറയുക. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഗേറ്റ്, സ്കൂളിന്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ ഈ സ്വീപ്പിംഗ് ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ട്, കിച്ചണിൽ ജോലി ചെയ്യുന്ന ചേട്ടനുണ്ട്, അതല്ലെങ്കിൽ ഇവിടെ പിയൂൺമാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ സല്യൂട്ട് ചെയ്യാറുണ്ടോ? അതുപോട്ടെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ പാല് കൊണ്ടുപോയി തരുന്നവരുണ്ട്, അല്ലെങ്കിൽ പേപ്പർ കൊണ്ടുപോയി തരുന്നവരുണ്ട്, അല്ലെങ്കിൽ പശു കറക്കാനായിട്ട് വരുന്നവരുണ്ട്, പറമ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരോടൊക്കെയുള്ള നമ്മുടെ ഇന്ററാക്ഷൻ എങ്ങനെയാണ്? ഹൗ വി റെസ്പെക്ട് ദീസ് പീപ്പിൾ? വി ഷുഡ് റെസ്പെക്ട് ദം. സോ ഈച്ച് ആൻഡ് എവരി ജോബ് ഈസ് very dignified and vigilant, and in fact their job ensures that our life is sutta. However many a times a respect due to them is forgotten. പലപ്പോഴും നമ്മൾ ഈ കൊടുക്കുന്ന ആദരവ് മറന്നു പോവുകയാണ് പലപ്പോഴും ചെയ്യുക. So can you think some of other ways you could express respect for the people entrusted with the hard working jobs that makes our everyday life easier? In the page number 61 you should write ആരൊക്കെയാണ് നമ്മുടെ അനുദിന ജീവിതത്തെ വളരെ ഈസി ആയി തീർക്കുന്നത്, ആ ആളുകളുടെ പേരുകൾ, ആ ആളുകൾ ആരൊക്കെയാണെന്ന്, അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് എന്ന് എഴുതിയെടുക്കുക. സോ ദെൻ ഫൈൻഡിങ് ജോയ് ഇൻ വർക്ക്. നെക്സ്റ്റ് പേജ് 62. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് സന്തോഷം തോന്നുന്നു. എന്ത് ജോലി ചെയ്താലും ആ ജോലിയിൽ നമുക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ഹിയർ വി ക്യാൻ സീ എ റഷ്യൻ novelist once said, deprived of meaningful work, men and women lose their reason for existence. They go stark, raved mad. എന്ന് വെച്ചാൽ എന്താ? ഡിപ്രൈവ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക. എന്ത്? മീനിങ് വർക്ക്. പലപ്പോഴും അർത്ഥമുള്ള ജോലികൾ പലരും നഷ്ടപ്പെടുത്തുന്നു. എന്ത്? മെൻ ആൻഡ് മെൻ ലൂസ് ദെയർ റീസൺ. അത് ഒരു കാരണമില്ലാതെ ചിലപ്പോഴൊക്കെ ജോലി നഷ്ടപ്പെടുത്താറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ചിലപ്പോഴൊക്കെ നമുക്കറിയാം, നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഈ ജോലി കാരണമാകാം, നിലനിൽപ്പിന് തന്നെ. എന്നാൽ ഈ ജോലി ഇല്ലായെങ്കിലോ നമ്മുടെ പിന്നെ ജീവിക്കുന്നത് എന്തിനാണെന്ന് ചിലരൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷേ നമ്മൾ ഡേ ഗോസ് ഡാർക്ക്, അവര് പിന്നെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിച്ചും പേയും പറയും, ഭയങ്കര അരിശമായിരിക്കും, അതോടൊപ്പം തന്നെ ആങ്സൈറ്റി ആയിരിക്കും, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ കടന്നു വരും. ജോലി നഷ്ടപ്പെട്ട വ്യക്തിയുടെ അവസ്ഥയാണ് പറഞ്ഞു വരുന്നത്. മീനിങ് ഫുൾ വർക്ക് ഈസ് വാട്ട് കീപ്സ് മാൻ ഗോയിങ്, and without it man loses the essence of living.
ഒരു മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ആ ജോലി ചെയ്യാൻ, ആ നല്ല ഒരു ജോലി ഉണ്ടെങ്കിൽ, അതായത് ജോലി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിക്കാനായിട്ട് സന്തോഷമാണ്. കാരണം ജോലിയിൽ നിന്ന് ശമ്പളം കിട്ടും, അതുകൊണ്ട് ജീവിക്കാൻ പറ്റും. ജോലി നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിക്ക് അസ്വസ്ഥതയാണ് കടന്നു വരുന്നത്. സോ what God created the world, and our responsibility is to continue the creative work by participating God's beautiful plan. ദൈവമായി ഭൂമിയെ സൃഷ്ടിച്ചു. ഓരോ ജോലി ചെയ്യുന്നതിലൂടെയും ദൈവത്തിന്റെ ഈ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. ഓരോ ജോലി ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഉണ്ടാക്കുമ്പോഴും ഒക്കെ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ജോലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ മഹാത്മാഗാന്ധി എല്ലാ ജോലികൾക്കും മാന്യതയുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സംസ്കാരങ്ങളിലും ജോലിയെ മഹത്തരമായിട്ടാണ് കാണുന്നത്. ഇനി നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന, അതോടൊപ്പം തന്നെ നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ഫാദർ ഓഫ് നേഷൻ എന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ ഉത്തരം പറയും മഹാത്മജി. മഹാത്മജി ഈ ഒരു കാര്യത്തിൽ ജോലി ചെയ്യുന്ന ഏത് കുലീനമായ ജോലിയും ഏത് നിസ്സാരമായ ജോലിയും ചെയ്തിരുന്നു. മഹാത്മജിയുടെ ആശ്രമത്തില് ആ പല ആളുകൾ താമസിച്ചിരുന്നു. ആ ആളുകള് ആ ഏത് ജോലിയും അവിടെ ചെയ്തിരുന്നു. ഇവിടെ പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. മഹാത്മാഗാന്ധി ഹു യൂസ് ടു വർക്ക് എവറി കൈൻഡ് ഓഫ് വർക്ക് ഇൻ ഹിസ് ആശ്രമം. നോട്ട് ഓൺലി but also the inmates of the ashram were required to do all kinds of work with their own hands. അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവർ ജോലി ചെയ്തിരുന്നു. സ്വീപ്പിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, സ്പിന്നിങ് ഉണ്ട്, വാഷിംഗ് ഉണ്ടാണ്, ഈവൻ ഡിസ്പോസൽ ഓഫ് നൈറ്റ് സോയിൽ. വാട്ട് ഈസ് നൈറ്റ് സോയിൽ? നൈറ്റ് സോയിൽ ഈസ് ഹ്യൂമൻ എക്സ്ക്രീഷ്യ. ദാറ്റ് ഈസ് ദ എക്സ്ക്രീഷ്യ ഓഫ് ദി മാലിന്യം, മനുഷ്യന്റെ മാലിന്യം വരെ അവിടെ നിന്ന് നീക്കിയിരുന്നു. മഹാത്മജിയും ഈ ജോലി ചെയ്തിരുന്നു എന്ന് പറയുക. സോ this ashramam throughout and nobody in the ashramam thought that any of these things were below. ഈ ആശ്രമത്തിലുള്ള ഒരാൾ പോലും ചിന്തിച്ചില്ല ഇത് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ഏറ്റവും മാന്യത കുറഞ്ഞ ജോലിയാണെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. സോ മാനുവൽ ലേബർ നോട്ട് ഓൺലി പ്രൊമോട്ട്സ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി. നമുക്ക് ഈ കൈകൾ കൊണ്ട് അധ്വാനിക്കുന്ന, ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ജോലി, ആ ജോലിക്ക് മാന്യത കുറവ്. ചിലപ്പോൾ പറമ്പിൽ തൂമ്പ കൊണ്ട് കിളയ്ക്കുന്നവരുണ്ടാകാം, നമ്മുടെ ഈ ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. ഇവർ ചെയ്യുമ്പോഴേക്ക് ആ ഫിസിക്കൽ ലേബറിലൂടെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഹെൽത്ത്, ആരോഗ്യകരമായ ഒരു ശരീരം ഈ ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ ദ ബെസ്റ്റ് ആന്റിഡോട്ട് ഫോർ സൈക്കോളജിക്കൽ ഇൽനെസ് ആൻഡ് കോംപ്ലക്സ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. നമുക്ക് വീട്ടിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അവസരങ്ങളിൽ ഒരു ഗാർഡൻ വർക്ക്, അതല്ലെങ്കിൽ പറമ്പിൽ എന്തെങ്കിലും ജോലി, അങ്ങനത്തെ ജോലികളിലും കൂടി നിങ്ങൾ ചെയ്താൽ അതൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയും ആ നിരാശയും ഒക്കെ മാറിപ്പോകാൻ സാധിക്കും. സോ യു ഷുഡ് ഡു സർട്ടൻ ജോബ്സ് ഇൻ ഹോം സോ ദാറ്റ് വിൽ ഓൾസോ ഗിവ് സം എൻജോയ്മെന്റ് ഇൻ യുവർ ലൈഫ്. സോ ലുക്ക് അറ്റ് ദ ഡിഫറെന്റ് നേഷൻസ് ഓഫ് ദ വേൾഡ്. We would find that the countries which have aversion to manual labor have remained underdeveloped. ഏതൊക്കെ രാജ്യങ്ങളാണോ ഈ മാനുവൽ ലേബറിനോട് ഒരു അവജ്ഞ കാണിച്ചിട്ടുള്ളത്, ആ രാജ്യങ്ങളൊക്കെ ദരിദ്ര രാജ്യങ്ങളായി തീർന്നിരിക്കുന്നു എന്ന സത്യമാണ് ചരിത്രം നമ്മളെ തെളിയിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ത് ജോലി ചെയ്യാനും മടിയില്ലാത്തത്, ആ ജോലി ഹാർഡ് വർക്കൗട്ട് ചെയ്ത് അവര് നല്ല ഡെവലപ്ഡ് നേഷനായിട്ട് തീർന്നിട്ടുണ്ട്. അവേർഷൻ ടു മാനുവൽ വർക്ക് ബ്രിങ്സ് മിസറി. അതായത് ഈ മാനുവൽ വർക്കിനോട് ഒരു അവജ്ഞ കാണിച്ചാൽ അവിടെ കഷ്ടതയും ദുരിതവും ദാരിദ്ര്യവും ഒക്കെ ആയി തീരുന്നു എന്നാ പറയുക. സോ അവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബി അറ്റ് ഹോം. ഡു യു ഹെൽപ്പ് വിത്ത് ക്ലീനിങ് ആൻഡ് കുക്കിംഗ്? നിങ്ങളോട് ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വീടിന്റെ പരിസരങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ടോ? ഈവൻ നിങ്ങളുടെ ടോയ്ലറ്റ് നിങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വീടിന്റെ ചുറ്റും പല ജോലി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടാകാം, ഗാർഡനിങ് കൊണ്ട്, അത് ചെയ്യാറുണ്ടോ? സോ ചെക്ക് ഔട്ട് ആൻഡ് വാട്ട് എൽസ് ദ ഫിസിക്കൽ വർക്ക് ദാറ്റ് യു കുഡ് ഡു ഇൻ ദിസ് ഡേ. ഈ ഒരു പ്രായത്തിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ, ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അമ്മമാരെ സഹായിക്കാൻ പറ്റും, കുക്കിങ്ങിന് സഹായിക്കാൻ പറ്റും, ഗാർഡനിങ്ങിന് സഹായിക്കാൻ പറ്റും, നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾ വാഷ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലെ മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് നിങ്ങളൊന്ന് എഴുതുക. വാട്ട് എവർ ജോബ്സ് യു ക്യാൻ ഡു അറ്റ് ദിസ് ഏജ്. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ജോലികൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ എഴുതണം. സോ പ്ലീസ് കൺസിഡർ ഈച്ച് ആൻഡ് എവറി ജോബ് ഈസ് ഡിഗ്നിഫൈഡ്. സോ
we should consider the dignity of labor. No one should consider the lower job or higher job. Each and every job is equally important and